കൂട്ടുകാർക്ക് മിന്നാമിന്നിയെ ഇഷ്ടമാണോ? എങ്കിൽ ഇന്ന് നമുക്ക് അപ്പുവിന്റെയും ഒരു മിന്നാമിനുങ്ങിന്റെയും കഥ കേട്ടാലോ? ഒരിടത്ത് ദൂരെ ദൂരെ ഒരു കൊച്ചു വീട്ടില് അപ്പു എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അവൻ വളരെ നല്ലൊരു കൊച്ചായിരുന്നു. എന്നും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ അവൻ ആകാശത്തേക്ക് നോക്കും. ഒരുപാട് നക്ഷത്രങ്ങളും മിന്നിത്തിളങ്ങുന്ന നിലാവും കാണാൻ അവന് വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം രാത്രി അപ്പു ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അപ്പോൾ അതാ ഒരു കുഞ്ഞു മിന്നാമിന്നിയെ കണ്ടു. അത് അവന്റെ ജനലിന്റെ അടുത്തുകൂടെ ഇങ്ങനെ പറന്നു പോവായിരുന്നു. മിന്നാമിന്നിക്ക് നല്ല വെളിച്ചമുണ്ടായിരുന്നു. കൂട്ടുകാര് മിന്നാമിന്നിയെ കണ്ടിട്ടുണ്ടോ? അപ്പു പതിയെ ജനൽ തുറന്ന് ഹലോ മിന്നാമിന്നി ഉറക്കെ വിളിച്ചു. മിന്നാമിന്നി അവന്റെ അടുത്തേക്ക് പറന്നെത്തി. നീ എന്താ ഉറങ്ങാത്തത്? മിന്നാമിന്നി അപ്പുനോട് ചോദിച്ചു. എനിക്ക് ഉറക്കം വരുന്നില്ല മിന്നാമിന്നി, എനിക്ക് നല്ലൊരു കഥ കേൾക്കണം, അപ്പു പറഞ്ഞു. മിന്നാമിന്നി അവനോട് പറഞ്ഞു, എനിക്ക് കഥയൊന്നും അറിയില്ല, ഞാൻ നിനക്ക് നല്ലൊരു പാട്ട് പാടിത്തരട്ടെ, നിനക്ക് അത് കേട്ട് ഉറങ്ങാലോ. അപ്പു സമ്മതിച്ചു. മിന്നാമിന്നി പതിയെ മനോഹരമായൊരു പാട്ട് പാടാൻ തുടങ്ങി. ആ പാട്ട് കേട്ട് അപ്പുവിന്റെ കണ്ണുകളിൽ പതിയെ ഉറക്കം കയറി വരാൻ തുടങ്ങി. മിന്നാമിന്നിയുടെ വെളിച്ചം പതിയെ മങ്ങിക്കൊണ്ടിരുന്നു. മിന്നാമിന്നി പാടുമ്പോ അപ്പു അവന്റെ സ്വപ്നങ്ങളിലേക്ക് പോയി. അവൻ ഒരുപാട് പൂമ്പാറ്റകളെയും നല്ല ഭംഗിയുള്ള പൂന്തോട്ടങ്ങളെയും സ്വപ്നം കണ്ടു. ഒരുപാട് മൃഗങ്ങൾ അവനോടൊപ്പം ചിരിക്കുന്നതും കളിക്കുന്നതും അവൻ സ്വപ്നം കണ്ടു. പാട്ട് കഴിഞ്ഞപ്പോൾ മിന്നാമിന്നി പതിയെ പറന്നുപോയി. അപ്പു നല്ല ഉറക്കത്തിലായിരുന്നു. അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എന്നും രാത്രി അപ്പു മിന്നാമിന്നിയെ കാത്തിരിക്കും. മിന്നാമിന്നി അവന് നല്ല പാട്ട് പാടിക്കൊടുക്കും. അപ്പു അത് കേട്ട് നല്ല സ്വപ്നങ്ങളും കണ്ട് ഉറങ്ങും. കൂട്ടുകാര് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.